ഹായ് ഹലോ നമസ്കാരം അസ്സലാമു അലൈക്കും. അപ്പോൾ കുറച്ച് അമൃതം പൊടി കിട്ടിയിട്ടുണ്ടേ. അപ്പോൾ അതെടുത്ത് പിള്ളേർക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കണമല്ലോ. അപ്പോൾ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് അമൃതം പൊടിയും പിന്നെ അതിലേക്ക് കുറച്ച് കോൺഫ്ലോറും പിന്നെ ആവശ്യത്തിന് ഉപ്പും പിന്നെ ഒരു മുട്ടയും കൂടി ഉടച്ചൊഴിച്ച് മിക്സ് ചെയ്തു. നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് വെള്ളവും കൂടി ആവശ്യത്തിന് ഒഴിക്കണം, അല്ലെങ്കിൽ മിക്സ് ആവില്ല. എന്നിട്ട് നമ്മൾ സാധാരണ വാഴയ്ക്കപ്പത്തിനൊക്കെ ഒരു മിക്സ് റെഡിയാക്കില്ലേ, ആ ഒരു കൺസിസ്റ്റൻസിയിൽ നല്ല ഭംഗിയായിട്ട് കുഴച്ച് വയ്ക്കുക മാവ്. അതിനുശേഷം അതിലേക്ക് നമുക്ക് ബ്രെഡാണ് ഇടേണ്ടത്. അപ്പോൾ ബ്രെഡിനെ മുക്കി പൊരിക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും ബ്രെഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അമൃതം പൊടി നമുക്ക് നല്ല യൂസ്ഫുള്ളാക്കി എടുക്കാനായിട്ട് ബ്രെഡിനെയും കൂടി കൂട്ടുപിടിച്ചു. ഓക്കെ, അങ്ങനെ അത് ആ ബ്രെഡ് ഇട്ട് മുക്കി വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് പൊരിച്ചു. അപ്പം ഒന്നുകൂടി ഒന്ന് മറിച്ചിട്ട് കൊടുക്കുമ്പോൾ അപ്പുറത്തെ വശവും കൂടി ഒന്ന് മൊരിഞ്ഞ് കിട്ടും. അങ്ങനെ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ മൊരിച്ചെടുത്ത് ഒന്നൊന്നായിട്ട് മൊരിച്ച് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് നമ്മുടെ ഈ ബ്രെഡിനെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു കോൺ ഷേപ്പിലാണ് കട്ട് ചെയ്തത്. അങ്ങനെ ഒരു 4 ബ്രെഡ് ഇങ്ങനെ അടുക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ചോക്ലേറ്റ് സോസ് ഉണ്ടായിരുന്നു. അപ്പോൾ ചോക്ലേറ്റ് സോസും കൂടി വെച്ച് ഒന്ന് അലങ്കരിച്ചെടുത്തു. അപ്പോൾ കുട്ടികൾക്ക് ചോക്ലേറ്റ് സോസ് ഒഴിച്ചു കൊടുത്താൽ അവർ ഒന്നുകൂടി സന്തോഷത്തോടെ കഴിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു ട്രിക്കാണ് ഈ ചോക്ലേറ്റ് സോസ്. ഇതില്ലാതെയും നമുക്ക് കഴിക്കാം. വലിയ ആളുകൾക്കായാലും ഇതൊന്നും ഇല്ലാതെ നമുക്ക് സാധാരണ ഇപ്പോൾ പറഞ്ഞ പോലെ അമൃതം പൊടി ഉപയോഗിച്ച് നമുക്ക് ബ്രെഡ് പൊരിച്ച് കഴിക്കാവുന്നതാണ്. എന്തായാലും ശരി, അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ അല്ലേ?